ഇരുട്ടിലായ ഇരേക്കടവിന് വെളിച്ചം നൽകുവാൻ കൗൺസിലർമാർ കൊണ്ടുവന്ന പദ്ധതിയിൽ തുരങ്കം വെച്ചുകൊണ്ട് കോട്ടയം എം.എൽ.എ. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. രാത്രികാലങ്ങളിൽ വെളിച്ചമില്ലാത്തതിനെ തുടർന്ന് കക്കൂസ് മാലിന്യങ്ങളും മറ്റും സ്ഥിരമായി നിക്ഷേപിക്കുന്നത് ഇവിടെ പതിവായിരുന്നു. ഇതിനൊരു പരിഹാരമെന്ന പോലെയാണ് കൗൺസിലർമാർ വഴിവിളക്കുകൾ സ്ഥാപിക്കാനായിട്ട് തീരുമാനമെടുക്കുന്നത്. എന്നാൽ റോഡിന് വീതി കൂട്ടണമെന്ന ആവശ്യം പറഞ്ഞുകൊണ്ട് 8 ലക്ഷം രൂപ മുടക്കി കൗൺസിലർമാർ സ്ഥാപിച്ച 52 പോസ്റ്റുകൾ പൊളിച്ചു മാറ്റണമെന്നാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എ. പറയുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ്, വാട്ടർ അതോറിറ്റി, KSEB, നഗരസഭാ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തിരുന്നു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എ. വിളിച്ച യോഗത്തിന്റെ ഫലമായി ഇന്ന് KSEBയുടെ നേതൃത്വത്തിൽ പോസ്റ്റുകൾ പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നാട്ടിലെ CPIM ജനങ്ങളും ഒരു പ്രക്ഷോഭത്തിലേക്ക് മുൻപോട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇതൊക്കെ നാളെ പറയാം. നിങ്ങൾ പോസ്റ്റ് മാറ്റി തരുമോ? ഞാൻ ഇപ്പം പറയാം. എന്റെ വാർഡിൽ 10 പോസ്റ്റ് മാറ്റാനുള്ളൂ. മുനിസിപ്പാലിറ്റിയെ പ്രതിനിധീകരിച്ച് ആരാണ് അത് ഇതിന്റെ ഞങ്ങൾ പറയുന്നതിന്റെ സ്പിരിറ്റ് അനുസരിച്ചും ബോർഡിലേക്ക് റിപ്പോർട്ട് ചെയ്യും. ഇത് ഞങ്ങളിപ്പോൾ തടയും. ഇത് പ്രൊസീഡ് ചെയ്യുവാണെങ്കിൽ യാതൊരു തർക്കമില്ല. KSEBക്ക് അങ്ങനെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി പോസ്റ്റ് മാറ്റാനുണ്ട്. ഞാൻ ഇങ്ങോട്ട് പറയാം. കോട്ടയം നഗരസഭയിൽ കുത്തുമ്പച്ചിറ പ്രദേശങ്ങളിലെ പട്ടിണിപ്പാവങ്ങളും സാധാരണക്കാരും അതുപോലെ തന്നെ പട്ടികജാതി വിഭാഗങ്ങളും തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം നിലച്ചിട്ട് 9 വർഷമായി. 1 രൂപ ഈ കുടിവെള്ളത്തിന് വേണ്ടി അടയ്ക്കുവാനോ ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാനോ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തയ്യാറായിട്ടില്ല. ഇന്നും ആ പ്രദേശത്തെ ജനങ്ങൾ വെള്ളം വിലയ്ക്ക് വാങ്ങി ജീവിക്കുന്ന പാവങ്ങളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അതിനൊരു പൈസ അടക്കാൻ തയ്യാറാകാത്ത അദ്ദേഹമാണ് ഇവിടെ നടപ്പാത നിർമ്മിക്കാൻ പോകണം. അദ്ദേഹത്തിന്റെ താല്പര്യം നടപ്പാത നിർമ്മാണം അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനം മാത്രമാണ്. അതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങൾ കാണും, ഞങ്ങളെ നിഷേധിക്കുന്നില്ല. പക്ഷേ ഈ നാട്ടിൽ അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഇതിനെ ഞങ്ങൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് ആദ്യം ജനങ്ങൾക്ക് ഇവിടെ തരേണ്ടത് വൈദ്യുതിയാണ്, അതുപോലെ കുടിവെള്ളമാണ്. ഇത് രണ്ടിന് ശേഷം മാത്രമേ നടപ്പാതയെപ്പറ്റി ആലോചിക്കാവുള്ളൂ. അതുപോലെ തന്നെ ഇത്തരം ഒരു യോഗം അദ്ദേഹം വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ RSOC കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്തു. അവിടെ വനം വകുപ്പിനെ വിളിച്ചു, അതുപോലെ തന്നെ PWD, KSEB, വാട്ടർ അതോറിറ്റിക്കാരെ വിളിച്ചു. ഈ പ്രദേശത്തെ ഞങ്ങൾ 2 കൗൺസിലർമാരുണ്ട്. ഞങ്ങളോട് ഈ കാര്യം ആലോചിക്കുവാനോ, ഞങ്ങൾ ഇവിടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ തന്നെയാണ്. പക്ഷെ ഞങ്ങൾ സ്ഥാപിച്ച ഒരു പോസ്റ്റ് മാറ്റുമ്പോൾ അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ അഭിപ്രായം പോലും കേൾക്കാൻ, ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ അഭിപ്രായമാണ്, അത് കേൾക്കുവാൻ പോലും തയ്യാറാകാതെ ധിക്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ നടപടികളുമായിട്ടാണ് ശ്രീ തിരുവഞ്ചൂർ പോണത്.